ആമേൻ. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തത്താൽ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ രഹസ്യമായിട്ടല്ല പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ആർക്ക് അവൻ പ്രായശ്ചിത്തമാകുന്നത്? വിശ്വസിക്കുന്നവർക്ക് അവൻ പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. ഞാനോ നീയോ ഏത് കുലത്തിലോ ഏത് കുടുംബത്തിലോ ഏത് ദേശത്തിലോ പിറന്നു എന്നുള്ളതല്ല. ആമേൻ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമമേ ഉള്ളൂ. അത് കർത്താവായ യേശു എന്നുള്ള നാമമാണ്. നമുക്ക് ഒറ്റ കാര്യമുള്ളൂ, ഈ യേശു മരിച്ചത് എൻ്റെ പാപത്തിനു വേണ്ടിയാ, എൻ്റെ ശാപത്തിന് പരിഹാരമായിട്ടാ, എൻ്റെ രോഗത്തിന് പരിഹാരമായിട്ടാ, എന്നെ മരണത്തിൽ നിന്ന് വിടുവിക്കാനാ എന്ന് വിശ്വസിക്കുമ്പോൾ ഈ യേശു ആയിരിക്കണം എൻ്റെ യജമാനനെന്ന്, ഈ യേശു ആയിരിക്കണം എൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് ഒരുവൻ ആഗ്രഹിച്ചാൽ കർത്താവേ എൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരണമേ. ഇന്നലെ വരെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടന്നു. എന്നാൽ ഇന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ യജമാനൻ അങ്ങായിരിക്കണം, എൻ്റെ കർത്താവ് അങ്ങായിരിക്കണം. അങ്ങനെ ഹൃദയത്തിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് നാം ആവശ്യപ്പെടുമ്പോൾ അവൻ നമ്മുടെ അകത്തേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ പോകത്തില്ല. ആഘാതത്തിലേക്ക് കൈനീട്ടുമ്പോൾ പുറകിൽ നിന്നൊരു പിടി, വേണ്ട എന്നുള്ള ശബ്ദം നമ്മെ വഴി നടത്തും.